നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു കറണ്ട് അഫെയർസ് സെഷനിലേക്ക് സ്വാഗതം. അപ്പം ഈ ആഴ്ചത്തെ വീക്ക്ലി റൗണ്ടപ്പിൽ ഒക്ടോബർ 19 തൊട്ട് 26 വരെയുള്ള ദിവസത്തെ കറണ്ട് അഫെയർസ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഒട്ടാവ ഡിക്ലറേഷൻ വഴി ആർട്ടിക് കൗൺസിൽ സ്ഥാപിതമായ വർഷം. അപ്പം ഒട്ടാവ ഡിക്ലറേഷൻ വഴി ആർട്ടിക് കൗൺസിൽ സ്ഥാപിതമായ വർഷം 1996 ആണ്. ആക്ച്വലി ഇന്ത്യ ആർട്ടിക് കൗൺസിലിലെ ഒരു മെമ്പർ അല്ല, ഇന്ത്യ ഒരു ഒബ്സർവർ ആണ്. 2013 മുതൽ ഇന്ത്യ ആർട്ടിക് കൗൺസിലിലെ ഒബ്സർവർ ആണ്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാണ് ആർട്ടിക് കൗൺസിലിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്? അത് ആക്ച്വലി ആർട്ടിക് റീജിയനിലുള്ള 8 രാജ്യങ്ങളാണ്. കാനഡ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, നോർവേ, റഷ്യ, സ്വീഡൻ, US. ഈ 8 രാജ്യങ്ങളാണ് ആർട്ടിക് കൗൺസിലിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ഇന്ത്യ 2013 മുതൽ ഒബ്സർവർ ആണ്. പിന്നെ 2019 വീണ്ടും നമ്മുടെ ഒബ്സർവേഷൻ സ്റ്റാറ്റസ് റിന്യൂ ചെയ്തു. അപ്പം പുതുക്കിയത് വഴി ഇപ്പോഴും നമ്മൾ ഒബ്സർവർ ആയിട്ട് തുടരുന്നുണ്ട്. അടുത്ത ചോദ്യം, ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്, ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് എന്നും പറയും. അപ്പം ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ്. അത് ഷാങ്കായിലാണ്, ചൈനയിലെ ഷാങ്കായിലാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, മരുന്നുകളെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന കമ്മ്യൂണിറ്റി അക്വയർഡ് ബാക്ടീരിയൽ ന്യൂമോണിയ ചികിത്സിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആന്റിബയോട്ടിക് ആണ് നാഫിത്രോമൈസിൻ. അപ്പം കമ്മ്യൂണിറ്റി അക്വയർഡ് ബാക്ടീരിയൽ ന്യൂമോണിയ CABP, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യ ആദ്യമായിട്ട് ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഡ്രഗ് അതാണ് നാഫിത്രോമൈസിൻ എന്ന് പറയുന്നത്. അപ്പം CAPB ചികിത്സിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആന്റിബയോട്ടിക് ആണ് നാഫിത്രോമൈസിൻ. അടുത്ത ചോദ്യം, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ആരംഭിച്ച വർഷം. അത് 2015 ആരംഭിച്ചത്. അപ്പം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ സാമൂഹിക ഉന്നമനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് 2015 ആരംഭിച്ചത്. അപ്പം ഈ വർഷം നമ്മൾ അതിന്റെ 10ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. അപ്പം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ആരംഭിച്ചത് 2015. അടുത്തത്, ഇന്റർനാഷണൽ സ്നോ ലെപ്പേർഡ് ഡേ ഒക്ടോബർ 23. അപ്പം ഇന്റർനാഷണൽ സ്നോ ലെപ്പേർഡ് ഡേ ഒക്ടോബർ 23. അടുത്ത ചോദ്യം, റൂപ്കുണ്ട് ലേക്ക്, റൂപ്കുണ്ട് തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് ഉത്തരാഖണ്ഡിലെ ചമോലി ഡിസ്ട്രിക്റ്റിലാണ് റൂപ്കുണ്ട് തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇനി റൂപ്കുണ്ട് ലേക്ക് എന്ന് പറയുന്നത് ഒരു ഗ്ലേഷ്യൽ ലേക്കാണ്. അത് ഹിമാലയത്തിൽ ഏകദേശം 5020 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് ഇതുപോലെ മനുഷ്യരുടെ അസ്ഥികൂടങ്ങളൊക്കെ അവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മിസ്റ്ററി ലേക്ക് എന്നും സ്കെലിട്ടൺ ലേക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം റൂപ്കുണ്ട് ലേക്കിനെ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് മിസ്റ്ററി ലേക്ക്, അതുപോലെ സ്കെലിട്ടൺ ലേക്ക്. അടുത്ത ചോദ്യം, അറ്റ്ലസ് എന്ന AI പവേർഡ് വെബ് ബ്രൗസർ പുറത്തിറക്കിയ കമ്പനി. അപ്പം അറ്റ്ലസ് എന്ന AI പവേർഡ് വെബ് ബ്രൗസർ പുറത്തിറക്കിയത് OpenAI എന്ന് പറയുന്ന കമ്പനിയാണ്. ChatGPT പുറത്തിറക്കിയതും OpenAI ആണല്ലോ. അപ്പം അതേ കമ്പനിയായ OpenAI ആണ് അറ്റ്ലസ് എന്ന AI പവേർഡ് വെബ് ബ്രൗസറും പുറത്തിറക്കിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയായ PM ശ്രീ സ്കീം ആരംഭിച്ച വർഷം. അപ്പം PM ശ്രീ സ്കീം നമ്മളിപ്പം ഈയിടെയായിട്ട് ഒരുപാട് ന്യൂസിൽ കാണുന്നുണ്ട്. ആ പദ്ധതി ആരംഭിച്ചത് 2022. അതെന്തിനാണ്? ഇന്ത്യൻ സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് PM ശ്രീ. അടുത്ത ചോദ്യം, ഭൂട്ടാൻ ഗ്രീൻ ക്രിപ്റ്റോ മൈനിങ്ങിന് ഉപയോഗിക്കുന്ന മുഖ്യ ഊർജ്ജ വിഭവം ഏതാണ്? അത് ഹൈഡ്രോ പവർ ആണ്, ജലവൈദ്യുതി. അപ്പം ഭൂട്ടാൻ എന്ന് പറയുന്നത് ഗ്രീൻ ക്രിപ്റ്റോ മൈനിങ്ങിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം. അതുവഴി കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കുകയും അതുപോലെ റിന്യൂവബിൾ എനർജി സോഴ്സസ് വെച്ച് ക്രിപ്റ്റോ മൈനിങ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഗ്രീൻ ക്രിപ്റ്റോ മൈനിങ് എന്ന് പറയുന്ന ഒരു ടേം വരുന്നത്. അപ്പം അതിന് അവർ യൂസ് ചെയ്യുന്നത് ഹൈഡ്രോ പവർ ആണ്. അടുത്ത ചോദ്യം, കിട്ടൂർ റാണി ചെന്നമ്മ സമാധി നിലകൊള്ളുന്ന സ്ഥലം. അത് കർണാടകയിലെ ബൈലഹോങ്ങലയിലാണ് കേട്ടോ കിട്ടൂർ റാണി ചെന്നമ്മ സമാധി സ്ഥിതി ചെയ്യുന്നത്. അപ്പം കിട്ടൂർ റാണി ചെന്നമ്മ സമാധി നിലകൊള്ളുന്നത് കർണാടകയിലെ ബൈലഹോങ്ങലയിലാണ്. ഇപ്പം പക്ഷെ എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ സമാധി സ്ഥലം, ഈ ബൈലഹോങ്ങലയിലുള്ള സമാധി സ്ഥലത്തിന് മോണ്യുമെന്റ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം എന്നാണ് കർണാടക CM ആയിട്ടുള്ള സിദ്ധരാമയ്യ പറയുന്നത്. അപ്പം കിട്ടൂർ റാണി ചെന്നമ്മ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത ഒരു വളരെ ധീരയായിട്ടുള്ള ഒരു വാരിയർ ആണ്. അപ്പം കർണാടകയുടെ ഒരുപാട് കൾച്ചറലി ആണെങ്കിലും കർണാടകയുടെ ഹിസ്റ്ററിയിലാണെങ്കിലും
ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫിഗറാണ് കിട്ടൂർ റാണി ചെന്നമ്മ എന്ന് പറയുന്നത്. അപ്പം അവരുടെ ബൈലഹൊങ്ലയിലുള്ള ഈ സമാധി സ്ഥലത്തിന് ഒരു മോണ്യുമെന്റ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കണമെന്നാണ് ഇപ്പം സിദ്ധരാമയ്യ പറയുന്നത്. അടുത്ത ചോദ്യം, വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? അത് ഒഡീഷയാണ്. അപ്പൊ സുഭദ്ര യോജന പദ്ധതി എന്ന് പറയുന്നത് ഒഡീഷയിലുള്ള 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 5 വർഷം കൊണ്ട് 50,000 രൂപ ധനസഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ വർഷം തോറും 5 വർഷത്തെ പദ്ധതിയാണ്. വർഷം തോറും 10,000 രൂപ വെച്ച് 5 വർഷം കൊണ്ട് 50,000 രൂപ ധനസഹായം നൽകുന്ന സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ചത് ഒഡീഷയാണ് കേട്ടോ. അടുത്ത ചോദ്യം, 2025 മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി സുഭാഷ് ചന്ദ്രനാണ്. അപ്പം 2025 മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ. അപ്പൊ സാഹിത്യ മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകളെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു അവാർഡ് നൽകിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ദ എമർജൻസി ഡയറീസ് ബുക്ക് ഓതേർഡ് ബൈ. അപ്പൊ എമർജൻസി ഡയറീസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് PM നരേന്ദ്രമോദിയാണ്. അപ്പൊ നരേന്ദ്രമോദി ആണ് ദ എമർജൻസി ഡയറീസ് എന്ന് പറയുന്നുള്ള ബുക്ക് എഴുതിയത്. ബുക്ക് റിലീസ് നടത്തിയത് അമിത് ഷാ ആയിരുന്നു. അടുത്ത ചോദ്യം, വേൾഡ് പോളിയോ ഡേ. അപ്പം എന്നാണ് വേൾഡ് പോളിയോ ഡേ എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ October 24 ആണ്. ഇവിടെ നമ്മുടെ ചോദ്യം വേൾഡ് പോളിയോ ഡേയുടെ തീം എന്തായിരുന്നു എന്നാണ്. അപ്പം തീം എൻഡ് പോളിയോ നൗ പ്രൊട്ടക്ട് എവ്രി ചൈൽഡ്. അപ്പം എൻഡ് പോളിയോ നൗ പ്രൊട്ടക്ട് എവ്രി ചൈൽഡ്, അതാണ് ഈ വർഷത്തെ വേൾഡ് പോളിയോ ഡേയുടെ തീം. അടുത്ത ചോദ്യം, യുണൈറ്റഡ് നേഷൻസ് ഡേ, UN ഡേ എന്നാണെന്നാണ്. അതും October 24 തന്നെയാണ്. അപ്പൊ October 24 തന്നെയാണ് വേൾഡ് പോളിയോ ഡേയും അതുപോലെ യുണൈറ്റഡ് നേഷൻസ് ഡേയും വരുന്നത്. അടുത്ത ചോദ്യം, നാസയുമായി സഹകരിച്ച് ISRO വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പുതിയ ആശയവിനിമയ ഉപഗ്രഹം. അപ്പം നാസയുമായി സഹകരിച്ച് ISRO വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പുതിയ ആശയവിനിമയ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് 6 എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണം ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണം ശിവഗിരിയിൽ ഇത്തവണ ഉദ്ഘാടനം ചെയ്തത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണം ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ചോദ്യം, 2025 ഒക്ടോബറിൽ സേനയ്ക്ക് കൈമാറിയ കൊച്ചിൻ ഷിപ്പ്യാർഡ് നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച അന്തർവാഹിനി പ്രതിരോധ കപ്പൽ. അപ്പം 2025 ഒക്ടോബറിൽ സേനയ്ക്ക് കൈമാറിയ കൊച്ചിൻ ഷിപ്പ്യാർഡ് നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച അന്തർവാഹിനി പ്രതിരോധ കപ്പൽ ഏതാണെന്നാണ് ചോദ്യം. അത് INS മാഹി ആണ്. INS മാഹി. അടുത്ത ചോദ്യം, പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിലെ വിദ്യാസമ്പന്നർക്കിടയിൽ സംരംഭകത്വത്തിനും സ്റ്റാർട്ടപ്പുകൾക്കും പ്രോത്സാഹനം നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. അത് ഉന്നതിയാണ്. അപ്പം പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിലെ വിദ്യാസമ്പന്നർക്കിടയിൽ സംരംഭകത്വത്തിനും സ്റ്റാർട്ടപ്പുകൾക്കും പ്രോത്സാഹനം നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഉന്നതിയാണ്. അടുത്ത ചോദ്യം, സ്ലിം മിഷൻ ഏത് രാജ്യത്തിന്റെ ചന്ദ്രദൗത്യമാണ്? അപ്പം സ്ലിം മിഷൻ SLIM അത് ജപ്പാനിന്റെ ചന്ദ്രദൗത്യമാണ് സ്ലിം മിഷൻ. സ്ലിമിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നാണ്. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. അപ്പൊ അത് ജപ്പാന്റെ ചന്ദ്രദൗത്യമാണ്. അടുത്ത ചോദ്യം, വനം വകുപ്പ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി. അപ്പം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് അഥവാ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് ലഘൂകരിക്കാൻ വനം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ഗജമുക്തി. ഓപ്പറേഷൻ ഗജമുക്തി കേട്ടോ. അടുത്ത ചോദ്യം, ടെറിട്ടോറിയൽ ആർമിയിൽ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഇന്ത്യൻ ജാവലിൻ താരം നീരജ് ചോപ്രയാണ്. അപ്പം ടെറിട്ടോറിയൽ ആർമിയിൽ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചത് നീരജ് ചോപ്രയ്ക്കാണ്. അടുത്ത ചോദ്യം, കർഷകരുടെ ഡിജിറ്റൽ വിവരങ്ങളും വിളകളെക്കുറിച്ചുള്ള വിവരശേഖരണവും ലക്ഷ്യമിട്ട് കേരള കാർഷിക വകുപ്പ് നടപ്പാക്കുന്ന സർവേ. അപ്പം കർഷകരുടെ ഡിജിറ്റൽ വിവരങ്ങളും വിളകളെക്കുറിച്ചുള്ള വിവരശേഖരണവും ലക്ഷ്യമിട്ട് കേരള കാർഷിക വകുപ്പ് നടപ്പാക്കുന്ന സർവേ, അതിന്റെ പേര് ഡിജിറ്റൽ ക്രോപ്പ് സർവേ എന്നാണ്. ഡിജിറ്റൽ ക്രോപ്പ് സർവേ. അടുത്തത്, ശബരിമലയിൽ എത്തിയ രണ്ടാമത്തെ രാഷ്ട്രപതിയും ആദ്യ വനിതാ രാഷ്ട്രപതിയുമായത് ദ്രൗപദി മുർമു ആണ്. അപ്പം ശബരിമലയിൽ എത്തിയ രണ്ടാമത്തെ രാഷ്ട്രപതിയും അതുപോലെ ആദ്യ വനിതാ രാഷ്ട്രപതിയും ദ്രൗപദി മുർമു ആണ്. ഇതിനു മുമ്പ് ശബരിമലയിൽ വന്ന രാഷ്ട്രപതി എന്ന് പറയുന്നത് VV ഗിരിയാണ്. 1973 ആണ് അദ്ദേഹം ശബരിമലയിൽ സന്ദർശനത്തിനെത്തിയത്.
അടുത്ത ചോദ്യം, 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന് റിമാൽ എന്ന് പേര് നൽകിയ രാജ്യം ഒമാനാണ്. റിമാൽ എന്നാൽ മണൽ എന്നാണ് അർത്ഥം. അപ്പോൾ റിമാൽ എന്നുള്ള പേര് നൽകിയത് ഒമാൻ എന്നുള്ള രാജ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം, ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ. അത് ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ആണ്. കേരളത്തിലുള്ള ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ആണ് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത്, ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. സല്ലാപമാണ് ആ പദ്ധതി. അപ്പം ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അത് സല്ലാപം എന്ന് പറഞ്ഞ പദ്ധതിയാണ്. അടുത്തത്, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അതിൽ ഒബ്സർവറായി ഇന്ത്യ ചേർന്ന വർഷം 2006 ആണ്. FATF എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. മണി ലോണ്ടറിങ്ങിനും അതുപോലെ തന്നെ ടെററിസ്റ്റ് ഫിനാൻസിങ്ങിനും എതിരായിട്ട് G7 കൺട്രീസ് തുടങ്ങിയ ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് FATF എന്ന് പറയുന്നത്. അപ്പം G7 രാജ്യങ്ങളാണ് അത് തുടങ്ങിയത്. ഇന്ത്യ 2006 FATFന്റെ ഒബ്സർവറായിട്ട് ജോയിൻ ചെയ്തു. അടുത്തത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം തുടങ്ങുന്ന റേഡിയോയുടെ പേര്. അപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം തുടങ്ങുന്ന റേഡിയോയുടെ പേര് ഹരിവരാസനം എന്നാണ്. ഹരിവരാസനം കേട്ടോ. ഇനി 2025 ഷിപ്പ് ബിൽഡിംഗ് സമ്മിറ്റിന് വേദി. അപ്പം 2025 ഷിപ്പ് ബിൽഡിംഗ് സമ്മിറ്റിന്റെ വേദി കൊച്ചിയിലാണ്. ഈ ഷിപ്പ് ബിൽഡിംഗ് സമ്മിറ്റ് കോർഡിനേറ്റ് ചെയ്യുന്നത് CPPR സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ചും അതുപോലെ കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡും കൂടിയിട്ടാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഷിപ്പ് ബിൽഡിംഗ് സമ്മിറ്റിന്റെ വേദി കൊച്ചിയിലാണ്. അടുത്ത ചോദ്യം, കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതി. അപ്പോൾ കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേര് തെളിമ എന്നാണ്. തെളിമ. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. അത് പാളയത്താണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയത്താണ്. 2025 അണ്ടർ-20 പുരുഷ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് അത് മൊറോക്കോ ആണ്. അപ്പം 2025 അണ്ടർ-20 പുരുഷ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് മൊറോക്കോ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് ഹരിയാനയിലെ സോനിപ്പത്തിലാണ്. സോനിപ്പത്ത്, ഹരിയാന. അടുത്തത്, ഇന്ത്യ ഏത് രാജ്യത്തേക്കാണ് ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത്? അപ്പം ബ്രഹ്മോസ് മിസൈൽ നമുക്ക് അറിയാലോ. ഇന്ത്യയും റഷ്യയും കൂടി ഒരു ജോയിന്റ് വെഞ്ചറായിട്ട് ഡെവലപ്പ് ചെയ്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. അപ്പം ഏത് രാജ്യത്തേക്കാണ് ആദ്യമായിട്ട് ഇന്ത്യ ബ്രഹ്മോസ് കയറ്റുമതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഫിലിപ്പൈൻസിലേക്കാണ്. ഫിലിപ്പൈൻസിലേക്ക് കേട്ടോ. 2025 അഭിപ്രായ സ്വാതന്ത്ര്യ സൂചികയിൽ അപ്പം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ ആണ്. അപ്പം 2025 അഭിപ്രായ സ്വാതന്ത്ര്യ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ ആണ്. അടുത്തത്, 2025 ആർച്ചറി ലോകകപ്പ് വേദി. അത് ചൈനയിലെ നാൻസിങ് ആണ്. 2025 ആർച്ചറി ലോകകപ്പ് വേദി ചൈനയിലെ നാൻസിങ് ആണ്. ഇനി ആർച്ചറി ലോകകപ്പ് ഫൈനലിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ കോമ്പൗണ്ട് അമ്പെയ്ത്ത് താരം. അപ്പം ആർച്ചറി ലോകകപ്പ് ഫൈനലിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ കോമ്പൗണ്ട് അമ്പെയ്ത്ത് താരം ജ്യോതി സുരേഖ വെന്നം ആണ്. ജ്യോതി സുരേഖ വെന്നം. അടുത്ത ചോദ്യം, 2025 ആസിയാൻ ഉച്ചകോടി വേദി. അപ്പൊ 2025 ആസിയാൻ ഉച്ചകോടി വേദി മലേഷ്യയിലെ കോലാലംപൂരിലാണ് കേട്ടോ. മലേഷ്യയിലെ കോലാലംപൂരിൽ. 2025 ഒക്ടോബറിൽ ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന കപ്പലുകൾ. അത് INS അഭയും ഇൻഫാക്ട് T-82മാണ്. INS അഭയ് അതുപോലെ ഇൻഫാക്ട് T-82 ആണ് 2025 ഒക്ടോബറിൽ ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന കപ്പലുകൾ. അടുത്തത്, ഏത് രാജ്യവുമായുള്ള നയതന്ത്രത്തിന്റെ 70ാം വാർഷികത്തിനാണ് ഇന്ത്യ സ്റ്റാമ്പ് പുറത്തിറക്കിയത്? അത് മംഗോളിയയാണ്. അപ്പം മംഗോളിയയുമായിട്ടുള്ള നയതന്ത്രത്തിന്റെ 70ാം വാർഷികത്തിനാണ് ഇന്ത്യ പുതിയ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. അടുത്ത ചോദ്യം, 2026 നാറ്റോ ഉച്ചകോടി വേദി. അപ്പോൾ 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി തുർക്കിയിലാണ്. 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി കേട്ടോ. അടുത്തത്, VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ A രാജരാജൻ എന്ന് പറയുന്ന ആളാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ A രാജരാജൻ കേട്ടോ. അടുത്ത ചോദ്യം, 2025 ആഗോള പട്ടിണി സൂചിക ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറയും. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ആഗോള പട്ടിണി സൂചിക
അതിൽ ഇന്ത്യയുടെ സ്ഥാനം 102 അപ്പം 2025 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102. അടുത്ത ചോദ്യം, വിദേശത്ത് നിർമ്മിക്കുന്ന എല്ലാ ചലച്ചിത്രങ്ങൾക്കും 100% തീരുവ ചുമത്തിയ രാജ്യം. ഇപ്പൊ തീരുവ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് അത് മൈൻഡിലേക്ക് വരും അല്ലേ, USA ആണ്. അപ്പോൾ വിദേശത്തേക്ക് നിർമ്മിക്കുന്ന എല്ലാ ചലച്ചിത്രങ്ങൾക്കും 100% തീരുവ ചുമത്തിയ രാജ്യം USA ആണ്. അടുത്തത് അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം, ഇന്റർനാഷണൽ പോവർട്ടി ഇറാഡിക്കേഷൻ ഡേ. അത് October 17 കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കണേ. October 17 അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം. ഇവിടെ ചോദ്യം, അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനത്തിലെ തീം എന്താണെന്നാണ് 2025 തീം. കുടുംബങ്ങൾക്ക് ബഹുമാനവും ഫലപ്രദവുമായ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് സാമൂഹികവും സ്ഥാപനപരവുമായ പീഡനം അവസാനിപ്പിക്കുക. അപ്പൊ അതാണ് അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനത്തിലെ തീം. ഒന്നും കൂടെ ഞാൻ വായിക്കാം. കുടുംബങ്ങൾക്ക് ബഹുമാനവും ഫലപ്രദമായ പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് സാമൂഹികവും സ്ഥാപനപരവുമായ പീഡനം അവസാനിപ്പിക്കുക. ഇതിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എൻഡിങ് സോഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മിസ്ട്രീറ്റ്മെന്റ് by ensuring respect and effective support for families. അടുത്ത ചോദ്യം, പിൻകോഡുകൾക്ക് പകരം രാജ്യത്തെ മുക്കും മൂലയും സൂക്ഷ്മമായി രേഖപ്പെടുത്തുന്നതിനായി കേന്ദ്രം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംവിധാനം. അത് ഡിജി പിൻ ആണ്. ഇപ്പൊ നമുക്ക് ഡിജി ലോക്കറൊക്കെ ഉള്ള പോലെ ഡിജി പിൻ എന്ന് പറഞ്ഞ പുതിയൊരു സംവിധാനമാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ പിൻകോഡുകൾക്ക് പകരം രാജ്യത്തെ മുക്കും മൂലയും നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സും ലോങ്ങിറ്റ്യൂഡ്സും ലൊക്കേഷനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അതിൽ വാല്യൂസ് ഒക്കെ വരിക. അപ്പം അതൊക്കെ സൂക്ഷ്മമായി രേഖപ്പെടുത്തുന്നതിനായിട്ട് നടപ്പിലാക്കുന്ന സംവിധാനമാണ് ഡിജി പിൻ. അടുത്ത ചോദ്യം, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി റോബോട്ടിക് ശസ്ത്രക്രിയകൾ നൽകുന്ന പദ്ധതി. ആ പദ്ധതിയുടെ പേരാണ് വാത്സല്യം. അടുത്തത് 2025 പ്രഖ്യാപിച്ച 2024 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് GR ഇന്ദുഗോപൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ആനു എന്ന് പറയുന്ന കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ആനു. അടുത്ത ചോദ്യം, 2025 ഒക്ടോബറിൽ അന്തരിച്ച 1953 എഡ്മണ്ട് ഹിലരിക്കും ടെൻസിംഗ് നോർഗയ്ക്കും ഒപ്പം എവറസ്റ്റ് കയറിയ അംഗം. അത് കാഞ്ച ഷെർപ്പയാണ്. അപ്പം അദ്ദേഹം 2025 ഒക്ടോബറിലാണ് അന്തരിച്ചത്. 1953 എഡ്മണ്ട് ഹിലരിക്കും ടെൻസിംഗ് നോർഗയ്ക്കും ഒപ്പം എവറസ്റ്റ് കീഴടക്കിയ ആളാണ് കാഞ്ച ഷെർപ്പ. അടുത്ത ചോദ്യം, സൈനിക പെൻഷൻകാർക്ക് എല്ലാ സേവനങ്ങളും ഒറ്റ കുടക്കീഴിലാകുന്ന സോഫ്റ്റ്വെയർ സഹായം നൽകുന്ന പദ്ധതി. അത് സ്പർശ് എന്ന് പറയുന്ന പദ്ധതിയാണ്. അപ്പൊ സൈനിക പെൻഷൻകാർക്ക് എല്ലാ സേവനങ്ങളും ഒറ്റ കുടക്കീഴിലാകുന്ന സോഫ്റ്റ്വെയർ സഹായം നൽകുന്ന പദ്ധതിയാണ് സ്പർശ്. അടുത്തത്, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് സ്മാരകം ഉയരുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തുള്ള പന്തളം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്താണ് ഈ ഒരു സ്മാരകം സ്ഥാപിക്കാൻ പോകുന്നത്. അപ്പം മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് സ്മാരകം ഉയരുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ. അടുത്ത ചോദ്യം, റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട രോഗങ്ങളുടെ പട്ടികയിൽ പാമ്പുകടിയെ ഉൾപ്പെടുത്തിയ വിജ്ഞാപനം ഇറക്കിയ സംസ്ഥാനം. അത് കേരളമാണ്. അപ്പം പാമ്പുകടിയെ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട രോഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിജ്ഞാപനം ഇറക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് കേട്ടോ. അടുത്തത്, ടെർമിനേറ്റർ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഓസ്ട്രേലിയൻ വനിതാ നീന്തൽ താരം അരിയാർനെ ടിറ്റ്മസ് ആണ്. അപ്പം ടെർമിനേറ്റർ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഓസ്ട്രേലിയൻ വനിതാ നീന്തൽ താരം അരിയാർനെ ടിറ്റ്മസ് ആണ്. അടുത്തത്, ഇന്ത്യയിൽ നിർമ്മിച്ച അമേരിക്കയിലേക്ക് ആദ്യമായി കയറ്റുമതി ചെയ്ത ചിപ്പിന്റെ നിർമ്മാതാക്കൾ. അത് കെയ്നിസ് സെമിക്കോൺ എന്ന് പറയുന്ന കമ്പനിയാണ് ഇന്ത്യയിൽ നിർമ്മിച്ച് അമേരിക്കയിലേക്ക് ആദ്യമായി കയറ്റുമതി ചെയ്ത ചിപ്പിന്റെ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് കെയ്നിസ് സെമിക്കോൺ ട്ടോ. അടുത്തത്, സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറിയായി ചുമതലയേറ്റത് ഗൗരി ആർ ലാൽജി. ഗൗരി ആർ ലാൽജി ആണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത്. അവര് അരീക്കോട് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടാണ് ചുമതലയേറ്റത്. അരീക്കോട് പഞ്ചായത്തിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. അത് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോവിലാണ്. അപ്പൊ 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോവിലാണ് കേട്ടോ. അടുത്തത്, IUCN സ്പീഷീസ് സർവൈവൽ കമ്മീഷൻ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. അപ്പം IUCNന്റെ സ്പീഷീസ് സർവൈവൽ കമ്മീഷന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വിവേക് മേനൻ ആണ്. വിവേക് മേനൻ. ഇനി ഈ സെഷനിലെ അവസാനത്തെ ചോദ്യം, ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ അടുത്തിടെ ലഭിച്ച 5 ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലെ 5 ബീച്ചുകൾക്കാണ് ഈ അടുത്ത് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. ശ്രീവർദ്ധൻ, അതുപോലെ പർണഗ, ലഡ്ഗർ, നഗാവോൺ, കുഹാർ എന്നൊക്കെ പറഞ്ഞ 5 ബീച്ചുകൾക്കാണ് മഹാരാഷ്ട്രയിലെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത്.
അപ്പം അത്രയാണ് ഈ സെഷനിൽ കറണ്ട് അഫയേഴ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു കറണ്ട് അഫയേഴ്സ് സെഷനും നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും എന്നുള്ള വിശ്വാസത്തോടു കൂടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ചാനൽ ഷെയർ ചെയ്യുക. ഓൾസോ എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ കോമെൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.